Hello, good morning students. Today we will talk about the threads in Java. Thread. So we will see what is a thread. Threads in Java. So a thread is a part of program under execution. Part of program under execution. That means for supporting multitasking, Java uses threads. അതായത് ഒരു പ്രോഗ്രാമിനകത്ത് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, if a program is doing multiple tasks, then we make use of these multi-threads. For example, in Windows we can open Paint, Notepad, WordPad, etc. simultaneously. അതായത് ഇത് ഓരോ ത്രെഡാണ്. സോ വിൻഡോസ് ഇസ് നോട്ട്പാഡ് ഇസ് എ ത്രെഡ്, പെയിന്റ് ഇസ് എ ത്രെഡ്. അതുപോലെ എന്താണ്, ഓരോന്നും ഓരോ ത്രെഡാണ്. ഇറ്റ് ഈസ് എവറിഥിങ് ഈസ് എ ത്രെഡ്. സോ ജാവ ഓൾസോ സപ്പോർട്ട്സ് ദിസ് ടൈപ്പ് ഓഫ് എക്സിക്യൂഷൻസ്. സോ the same Java program can be used for doing multiple things, and we call each one as a task. അപ്പോൾ ജാവയ്ക്കകത്ത് എന്തായാലും ഒരു ത്രെഡ് ഉണ്ട്. ദാറ്റ് ത്രെഡ് ഇസ് കോൾഡ് മെയിൻ ത്രെഡ്. മെയിൻ ത്രെഡ് ആണ് എപ്പോഴും ജാവയ്ക്കകത്ത് ഉണ്ടാവുക. അപ്പോൾ ഡീഫോൾട്ട് ത്രെഡ് എന്താണ്? മെയിൻ ത്രെഡാണ്. സോ ഡീഫോൾട്ട് ത്രെഡ് ഈസ് മെയിൻ ത്രെഡ് ഓൾവേസ്. ഈ ത്രെഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രാഞ്ചുകൾ ഉണ്ടാക്കാൻ പറ്റും. We can create branches for this main thread. Okay, I will draw a figure. Okay, ഇതൊരു മെയിൻ ത്രെഡ് ആയിരിക്കും. അതായത് എക്സിക്യൂഷൻ ഈസ് യൂസിങ് എ മെയിൻ ത്രെഡ്. ഒരു മെയിൻ ത്രെഡ് ഉണ്ടായിരിക്കും. വി ഹാവ് എ മെയിൻ ത്രെഡ്. അപ്പോൾ ഈ ത്രെഡിന് വി ക്യാൻ ക്രിയേറ്റ് ബ്രാഞ്ചസ്. ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോ ബ്രാഞ്ചും എന്തായിരിക്കും? ഈച്ച് ബ്രാഞ്ച് വിൽ ബി എ ടാസ്ക്. ഓരോ ബ്രാഞ്ചും ഓരോ ത്രെഡായിരിക്കും. അപ്പോൾ ആദ്യമായി ഡെഫിനിഷനകത്ത് യു ക്യാൻ സീ ദാറ്റ് ത്രെഡ് ഇസ് എ പാർട്ട് ഓഫ് പ്രോഗ്രാം അണ്ടർ എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ വി ഹാവ് ടു തിങ്ക് അബൌട്ട് എ സിറ്റുവേഷൻ ഓഫ് മൾട്ടിപ്പിൾ ക്യൂസ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറിനകത്തേക്ക് ഒരു 4-5 ക്യൂ വരുന്നുണ്ടെങ്കിൽ യു ക്യാൻ തിങ്ക് ഓഫ് എ റൗണ്ട് റോബിൻ ആക്ഷൻ ഓഫ് ദിസ് പേഴ്സൺ ഹു സപ്ലൈസ് ദ ടിക്കറ്റ്. ഹി വിൽ ബി ഇഷ്യൂയിങ് ടിക്കറ്റ്സ് 1 by 1 ഇൻ ഡിഫറെൻറ്റ് ക്യൂസ്. അതായത് ആദ്യം ഒരു ക്യൂവിനകത്ത് ടിക്കറ്റ് കൊടുക്കുന്നു, ദെൻ ഹി വിൽ സേവ് ദി നെക്സ്റ്റ് ക്യൂ, പിന്നെ അടുത്ത ക്യൂ. അങ്ങനെ എന്താണ്, ഈ 5 ക്യൂ ഉണ്ടെങ്കിൽ he will be saving this 5 queues 1 by 1. അപ്പോൾ ഈ 5 ക്യൂവിലെ ആൾക്കാരും if they are not seeing one another, then they seem that he is serving only this queue, provided the person is having high speed. അപ്പോൾ ഒരു പ്രോസസ്സർ ഉണ്ട്. this processor is executing the task 1 by 1 in a round robin schedule. അപ്പോൾ ആ സെയിം ലോജിക്കാണ് ജാവയ്ക്കകത്ത് യൂസ് ചെയ്യുന്ന ഈ ത്രെഡ് എന്നുള്ളത്. സോ ഫോർ ദി മെയിൻ ത്രെഡ് വി ഹാവ് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആൻഡ് ടൈം ഈസ് അലോട്ടഡ് ഫോർ ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിലെയും ആ ഒരു പാർട്ടിന് എന്ത് ചെയ്യുന്നു? ടൈം അലോട്ട് ചെയ്യുന്നു. അപ്പോൾ അത് മാറി മാറി എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ എൻ്റെ പേര് T1 ആയിരിക്കാം, അടുത്ത് T2 ആണ്, T3 ആണ്, T4 ആണ്. മെയിൻ ത്രെഡ് വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വി ഹാവ് 5 എക്സിക്യൂഷൻ പാസ് ഇൻ ദിസ് ഫിഗർ നൗ. 5 എക്സിക്യൂഷൻ പാത്തുകളുണ്ട്. അപ്പോൾ ആദ്യം ഒന്നാമത്തെ ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഒരു ടൈം കഴിയുമ്പോൾ അടുത്ത ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ ടൈം കഴിയുമ്പോൾ നെക്സ്റ്റ് ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ ലോജിക്കിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ മാറി മാറി ചെയ്ത അഞ്ചാമത്തെ കഴിഞ്ഞ് വീണ്ടും T1 എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നോർമൽ കേസിനകത്ത് ദ ടൈം അലോട്ടഡ് ടു ഓൾ ദീസ് ത്രെഡ്സ് വിൽ ബി സെയിം. ഇപ്പോൾ ഓരോന്നും ഒരു 5 microseconds ആണെങ്കിൽ the time allotted to all the thread portions will be same.
ഓക്കെ, നമ്മൾ എപ്പോഴും ഒരു ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഉണ്ട്, ഒരു എക്സാമ്പിൾ ഓഫ് ക്യൂ, അത് മനസ്സിലുണ്ടായാൽ മതി. ഇപ്പോൾ ഒരു പ്രോസസ്സറുണ്ട്, ഈ പ്രോസസ്സറിലേക്ക് മൾട്ടിപ്പിൾ ക്യൂ വരുന്നുണ്ട്. ഇതിനകത്ത് ഓരോ ക്യൂവിനും പ്രോസസ്സർ ഈസ് അലോട്ടിങ് എ സ്മോൾ ടൈം ടു ഈച്ച് ക്യൂ. ആ ഒരു ടൈം കഴിയുമ്പോൾ അതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അടുത്ത ക്യൂ സെർവ് ചെയ്യുന്നു. അങ്ങനെ അത് മാറി മാറി ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മാറി മാറി ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ത്രെഡിൻ്റെ എക്സിക്യൂഷൻ കഴിയുന്നവരെ അല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്നവരെ ഈ ഒരു ലോജിക്കിനകത്ത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നോർമൽ കേസിനകത്ത് ഓൾ ദി ത്രെഡ്സ് വിൽ ബി ഹാവിങ് ഈക്വൽ ടൈം കോൾഡ് ഈക്വൽ പ്രയോറിറ്റി. ഓൾ ദി ത്രെഡ്സ് വിൽ ബി ഹാവിങ് ഈക്വൽ പ്രയോറിറ്റി. If we want to give more priority to a thread, then we can set the priority using a method called set priority. Set priority using set priority we can set more time or more priority to a thread. ഇപ്പോൾ ഞാൻ T1 എന്ന ത്രെഡിന് അങ്ങനെ എനിക്ക് ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്, അങ്ങനെ 7 ലെവൽസ് വരെ ഉണ്ട്. ഇപ്പോൾ 7 ഡിഫറെൻറ്റ് ലെവൽസ് ആർ ദെയർ ഫോർ പ്രയോറിറ്റീസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ത്രെഡിന് അധികം ടൈം കൊടുക്കണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗീവ് മോർ ടൈം ടു ദം, അതായത് വി ആർ സെറ്റിംഗ് മോർ പ്രയോറിറ്റി ടു ദം. അപ്പോൾ അതിന് കൂടുതൽ ടൈം കിട്ടുമ്പോൾ ആ ടാസ്ക് എന്ത് ചെയ്യും, ആ ടാസ്ക് ആദ്യം പൂർത്തിയാവും. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ എല്ലാത്തിനകത്തും സെയിം വർക്ക് ലോഡുള്ള ഒരു ഇപ്പോൾ ആദ്യം പറയുന്ന എക്സാമ്പിളിനകത്ത് ഇഫ് വി ഹാവ് 10 persons in one queue and we have 20 persons in second queue. ഈ സെക്കൻഡ് ക്യൂ ആണ് ആ പ്രയോറിറ്റി കൂടുതൽ വേണമെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും, ഹി വിൽ ബി പ്രൊവൈഡിങ് 2 or 3 tickets ടു ദി സെക്കൻഡ് ക്യൂ. അതായത് സെക്കൻഡ് ക്യൂവിന് ഹി വിൽ ബി അലോട്ടിങ് മോർ ടൈം. അങ്ങനെ മോർ ടൈം കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് മെൻ ദാറ്റ് ത്രെഡ് ഈസ് ഹാവിങ് ഹൈ പ്രയോറിറ്റി. ഇത് ഇത്ര ചെയ്യാനുള്ളൂ. എന്താണ് പ്രയോറിറ്റി സെറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ by using the program, if I am setting a higher priority, it means that more time is allotted to that queue by the processor. Okay, അതാണ് പ്രയോറിറ്റീസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫിഗർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരു മെയിൻ ത്രെഡ് ഉണ്ട്, ഈ ത്രെഡിനകത്താണ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുക. ഈ ബ്രാഞ്ചസിനകത്ത് ത്രെഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ then a queue is formed. ഓക്കെ, ത്രെഡിന് ഡിഫറെൻറ്റ് സ്റ്റേജിലുണ്ട്, അത് ഞാൻ അടുത്ത് പറയുന്നതാണ്. അപ്പോൾ ഈ ലോജിക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഇത്രയും പോർഷൻ്റെ വീഡിയോ വീണ്ടും കാണുക. ഓക്കെ, അതായത് വി ഹാവ് എ മെയിൻ ത്രെഡ്, ഇറ്റ് ഹാസ് ബ്രാഞ്ചസ്, ദ ടൈം ഈസ് അലോട്ടഡ് ഫോർ ഈച്ച് ബ്രാഞ്ച് ബൈ ദി പ്രോസസ്സർ, അല്ലെങ്കിൽ പ്രോസസ്സറിൻ്റെ ടൈം എന്ത് ചെയ്യുന്നു, അലോട്ട് ചെയ്യുന്നു. ഇത് മാറി മാറി എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട്, എക്സിക്യൂഷൻ മീൻസ് എന്താണ്, ഓരോന്നും മാറി മാറി എക്സിക്യൂട്ട് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ത്രെഡ് കഴിയുന്നവരെ അതിൻ്റെ ടൈം എപ്പോഴും അലോക്കേഷൻ ഉണ്ടാവും. ഓക്കെ, സോ നെക്സ്റ്റ് വി വിൽ സീ ദി ലൈഫ് സൈക്കിൾ ഓഫ് എ ത്രെഡ്. ത്രെഡ് ലൈഫ് സൈക്കിൾ എന്നുള്ളത് ഫസ്റ്റ് സൈക്കിൾ ഈസ് ദി, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ദി newborn thread. The thread is on the newborn state. അതായത് while creating the thread, ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന സ്റ്റേറ്റ് ആണ് ന്യൂ ബോൺ ത്രെഡ്. ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു ത്രെഡ് ക്രിയേറ്റ് ആയി, പക്ഷെ നെക്സ്റ്റ് ഈസ് ഈ ത്രെഡ് സ്റ്റാർട്ട് ചെയ്യണം. ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മെത്തേഡ് ഉണ്ട്, കോൾഡ് സ്റ്റാർട്ട് എന്നൊരു മെത്തേഡ് ഉണ്ട്. ഈ സ്റ്റാർട്ട് മെത്തേഡ് ഉപയോഗിച്ച് ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് the CPU allocates time to that thread. So CPU allocates time to that thread while thread is started. So CPU time CPU time allocation is done while starting the thread. അപ്പോൾ അങ്ങനെ ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു റണ്ണബിൾ എന്ന സ്റ്റേറ്റിലേക്ക് മാറണം. റണ്ണബിൾ, അതായത് ഇപ്പോൾ if we have 5 threads, if we have 5 threads and 3 of them are started, then it means that
these three are ready for execution. These three are ready for execution and they are waiting for the CPU time. ഇപ്പോൾ ബാക്കി രണ്ടെണ്ണം ത്രെഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ they are in the newborn state. അതുകൂടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താവും? Now then all the 5 are in the runnable state. Runnable state എന്നുള്ളത് റൺ ചെയ്യാൻ റെഡിയാണ്. The thread is ready for running but the CPU time is not allocated yet, അല്ലെങ്കിൽ is not obtained yet. allocation ഉണ്ടാവും, മാറി allocation ഉണ്ട്, പക്ഷേ the CPU time is not obtained and so it is staying in the runnable state. മൂന്നാമത്തെ സ്റ്റേറ്റ് റണ്ണിങ് സ്റ്റേറ്റ് ആണ്. റണ്ണിങ് സ്റ്റേറ്റ് അതായത് CPU ടൈം എന്താണ്? CPU ടൈം അലോക്കേഷൻ കിട്ടി. നൗ ദ ത്രെഡ് ഈസ് റണ്ണിങ്. അപ്പോൾ ത്രെഡിൻ്റെ ബോഡി എന്താണോ ആ ബോഡി എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ആണ് റണ്ണിങ് എന്ന സ്റ്റേറ്റ്. അപ്പോൾ ഒരു ത്രെഡ് റണ്ണിങ് ആണെങ്കിൽ ബാക്കി എല്ലാ ത്രെഡും എന്തായിരിക്കും? റണ്ണബിൾ ആയിരിക്കും. കാരണം എല്ലാം, അതായത് ഇഫ് ഓൾ ദി ത്രെഡ്സ് ആർ സ്റ്റാർട്ടഡ്, then all the if we have 5 threads and one of them is running, then the other remaining 4 will be in the state of runnable. അത് കഴിയുമ്പോൾ ഒന്നാമത്തെ ത്രെഡ് റണ്ണിങ് കഴിയുമ്പോൾ റണ്ണിങ് സ്റ്റേറ്റ് കഴിയുമ്പോൾ ഇറ്റ് ഗോസ് ടു റണ്ണബിൾ സ്റ്റേറ്റ് ആൻഡ് ദി സെക്കൻഡ് ത്രെഡ് വിൽ ബി ഇൻ ദി റണ്ണിങ് സ്റ്റേറ്റ്. ഓക്കെ, അങ്ങനെ മാറി റണ്ണിങ് റണ്ണബിൾ എന്ന സ്റ്റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ദ സ്റ്റേറ്റ്സ് 2 and 3 ആർ എന്താണ്? മാറി വന്നുകൊണ്ടിരിക്കും. റണ്ണബിൾ റണ്ണിങ് എന്നുള്ളത് ത്രെഡ് മാറിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അവസാനത്തെ സ്റ്റേറ്റ് ആണ് കോൾ ആസ് ഡെഡ് സ്റ്റേറ്റ്. അതായത് ത്രെഡിൻ്റെ എക്സിക്യൂഷൻ കഴിയുന്നു. ത്രെഡിൻ്റെ എക്സിക്യൂഷൻ കഴിയുമ്പോൾ അതിപ്പോൾ ഒരു ഫോർ ലൂപ്പൊക്കെ ആയിരുന്നു. ആ ലൂപ്പിൻ്റെ ബോഡി എല്ലാം കഴിഞ്ഞ് ത്രെഡ് എക്സിക്യൂഷൻ കഴിഞ്ഞു. ദെൻ വി കോൾഡ് ആസ് എ നോർമൽ ഡെത്ത്. അതായത് ത്രെഡ് ചെയ്യാനുള്ള കാര്യമെല്ലാം ചെയ്തു കഴിഞ്ഞു. ദ കോഡ് ഓഫ് ദി ത്രെഡ് ഈസ് ഓവർ ആൻഡ് സോ ദി ത്രെഡ് ഈസ് ഇൻ ദി ഡെഡ് സ്റ്റേറ്റ് ആൻഡ് സോ വി കോൾഡ് ആസ് എ നോർമൽ ഡെത്ത്. ചില സമയത്ത് ഒരു ഇഫ് കണ്ടീഷൻ ഉപയോഗിച്ച് നമ്മൾ ചിലപ്പോൾ വിൽ ബി സ്റ്റോപ്പിംഗ് ദ ത്രെഡ് അബ്രപ്റ്റ്ലി ഓർ എക്സ്പ്ലിസിറ്റ്ലി ആൻഡ് വി കോൾ ഇറ്റ് ആസ് എ ത്രെഡ് ഈസ് കിൽഡ്. അതായത് if at some point if we will be equating the thread to null, then it means that we are killing the thread. So T1 equal to null means we are killing that thread. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാം. അതായത് ഒരു ത്രെഡ് വേണമെങ്കിൽ യൂസിങ് പ്രോഗ്രാം കോഡ് വി മേ കിൽ എ ത്രെഡ്. സോ ഈ രണ്ട് സ്റ്റേറ്റിനകത്തും ഇറ്റ് ഗോസ് ടു ദി ഡെഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇതാണ് ഒരു ത്രെഡിൻ്റെ ലൈഫ് സൈക്കിൾ. ഇത് കൂടാതെ കുറച്ച് വി ഹാവ് 2-3 intermediate states called sleeping state. Thread may be sleeping. Thread may be sleeping means do nothing for some time. That is sleeping. നമുക്കത് പറയാൻ പറ്റും. ഇപ്പോൾ T1 ഒരു ത്രെഡിൻ്റെ പേരാണെങ്കിൽ by using the method sleep, we can make a thread sleep for some milliseconds. ഇപ്പോൾ 1000 നോക്കുകയാണെങ്കിൽ 1000 milliseconds എന്ത് ചെയ്യും? അത് സ്ലീപ്പ് ചെയ്യും. T1.sleep 1000. It means that it is sleeping for 1 second. അപ്പോൾ അത് സ്ലീപ്പിംഗ് സ്റ്റേറ്റ് ഉണ്ട്. അതുപോലെ we have a state called waiting state, അല്ലെങ്കിൽ ബ്ലോക്ക് സ്റ്റേറ്റ്. ബ്ലോക്ക് എന്ന സ്റ്റേറ്റ് ഉണ്ട്. അതായത് ത്രെഡ് ബ്ലോക്ക് ചെയ്തിരിക്കുക. അതായത് ഇപ്പോൾ യൂസിങ് if one thread is blocked by blocked, it can be revoked by using this notify method. Notify the method ഉണ്ട്. അപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ത്രെഡിനെ നമുക്ക് വേണമെങ്കിൽ നോട്ടിഫൈ എന്ന മെത്തേഡ് ഉപയോഗിച്ച് വീണ്ടും അവേക്കൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ത്രെഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ബ്ലോക്ക് ആവുകയാണെങ്കിൽ നോട്ടിഫൈ കൊടുത്ത് നോട്ടിഫൈ ചെയ്യാം. നോട്ടിഫൈ ഓൾ എന്നൊരു മെത്തേഡ് ഉണ്ട്. യൂസിങ് നോട്ടിഫൈ ഓൾ വി ക്യാൻ അവേക്കൻ ഓൾ ദി ത്രെഡ്സ് വിച്ച് ആർ ബ്ലോക്ക്ഡ്. ഓക്കെ, അത് കുറച്ച് മെത്തേഡ്സ് ആണ്. അപ്പോൾ സ്ലീപ്പ്, അതുപോലെ നോട്ടിഫൈ, ഈൽഡ്, അതൊക്കെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. അതെല്ലാം ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ് മാത്രം. അതായത് റണ്ണിങ്, റണ്ണബിൾ, ഡെഡ്, ഇടയ്ക്കുള്ള കുറച്ച് ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ് ആണ് ഈ സ്ലീപ്പ്, ബ്ലോക്ക്, അങ്ങനെയുള്ള ചെറിയ സ്റ്റേറ്റുകൾ. ദ മെയിൻ ലൈഫ് സൈക്കിൾ കണ്ടെയ്ൻസ് ദിസ് 4 states: newborn, runnable, running and dead state. So this is the life cycle of the thread. ഇപ്പോൾ ത്രെഡ് എന്ന് ഞാൻ പറഞ്ഞു, ത്രെഡ് ഈസ് എ പാർട്ട് ഓഫ് പ്രോഗ്രാം അണ്ടർ എക്സിക്യൂഷൻ. അതായത് മൾട്ടിപ്പിൾ ടാസ്കുകൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിനകത്ത് വിൽ ബി ക്രിയേറ്റിംഗ് ത്രെഡ്സ്
ആ ത്രെഡിന് നമ്മൾ അലോക്കേഷൻ കൊടുക്കും. അലോക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ മാറി മാറി എക്സിക്യൂട്ട് ആവും. മാറി മാറി എക്സിക്യൂട്ട് ആകുമ്പോൾ ഒരു സമയത്ത് ഇറ്റ് വിൽ ബി റണ്ണിങ്. ദെൻ ആഫ്റ്റർ ദി ടൈം അലോക്കേഷൻ ദ അതർ വിൽ ബി ഇറ്റ് ഈസ് ചേഞ്ച് ടു റണ്ണബിൾ. ഓക്കെ, ആ ഒരു പഴയ ക്യൂവിൻ്റെ എക്സാമ്പിൾ വീണ്ടും ആലോചിച്ച് നോക്കുക. അസ്യൂം ദാറ്റ് വി ഹാവ് 5 ക്യൂസ്. 5 ക്യൂവിൻ്റെ ആയിരിക്കും. 5 ക്യൂവിനകത്ത് കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ പ്രയോറിറ്റി വെച്ചിട്ട് ഓരോ ക്യൂവിനും ഓരോ പ്രയോറിറ്റി കൊടുത്തു. അതായത് ഒന്നാമത്തെ ക്യൂവിനകത്ത് നിന്ന് ഒരാൾക്ക് ടിക്കറ്റ് കൊടുക്കുക, രണ്ടാമത്തെ ക്യൂവിനകത്ത് 2 ആൾക്ക് കൊടുക്കുക, മൂന്നാമത്തെ ക്യൂവിനകത്ത് വീണ്ടും ഒരാൾക്ക് കൊടുക്കുക, നാലാമത്തെ ക്യൂവിനകത്ത് നിന്ന് വേണമെങ്കിൽ 5 ആൾക്ക് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എന്താണ്, ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദി 5th ക്യൂ ഹാവ് ദി ഓർ ദി ലാസ്റ്റ് ക്യൂ ഹാവ് ദി ഹയർ പ്രയോറിറ്റി. അധികം ടൈം ആ ക്യൂ അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ക്യൂ എൻഡാവും. ആ ക്യൂ എൻഡായി പിന്നെ ബാക്കി 3 ക്യൂസ് ഉള്ളത്, 3 ക്യൂ ഉള്ളതെങ്കിൽ then the CPU time is again divided in between these 3 queues. Okay, അപ്പോൾ എത്ര ത്രെഡ് റണ്ണിങ് ആയിട്ടുണ്ടോ the CPU time will be divided among these active threads. Okay, so hope that this much is clear. So in the next video I will be showing the example of a thread program. Okay, thank you.